Hello everyone. കാണാലോ അല്ലേ, കേൾക്കാലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് 11th ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 11th ചാപ്റ്റർ കേട്ടോ. അപ്പോൾ റോൾ ഓഫ് പോളിസി ഇന്നോവേഷൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ അതിന്റെ ഗോൾസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഗോൾസ് ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിലേക്കും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ തക്ക വിധം നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നോക്കി. അതിനുശേഷം വരുന്നത് the most important SDGs set by the important bodies include എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അക്രോസ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ എറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അക്രോസ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ the focus of this organization is one the least developed and low income countries with the objective of removing poverty across the board by increasing the social protection programs like feeding at schools, cash transfers, target foods assistance, social infrastructure and insurance and labor market programs such as skill training, old age pensions, wage subsides, unemployment insurance, disability persons. Okay, അപ്പൊ എക്സെട്രാ അത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രൊമോഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്. നമുക്ക് അതായത് നമ്മൾ പറയുന്നു നമുക്ക് നല്ല രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണമെന്ന്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം സംരക്ഷിക്കുക എന്നതും കൂടി ഇതിൽ ഉൾപ്പെടുന്നതാണ്. കാരണം നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പ്രൊവിഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ വരുന്ന ബിൽഡിംഗ് അപ്പ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രീഷൻ ആൻഡ് ഇൻകപാറ്റിംഗ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് എനാബിളിംഗ് ആക്സസ് ടു അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് പറയുന്നതും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കൊരു ക്ലീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കണം, ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഴയ തലമുറയ്ക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഇപ്പോഴത്തെ തലമുറയ്ക്കും അതുപോലെ തന്നെ വരും തലമുറയ്ക്കും ഒക്കെ ആവശ്യമായ രീതിയിലുള്ള സ്രോതസ്സുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന മേജർ ഫീച്ചേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ മേജർ ഫീച്ചേഴ്സ് ഓഫ് പോളിസീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ലോങ് ടേം പ്ലാനിങ് ഹൊറിസോൺസ് ആണ്. അതെല്ലാം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോളിസീസിൽ ഉൾപ്പെടുന്നതാണ് ലോങ് ടേം പ്ലാനിങ് ഹൊറിസോൺസ്. ദ മെഷേഴ്സ് ടാർഗറ്റ് ദ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് must be selected because of the limitation of the resources. The trade-off between different goals may exist in the short term. In the long term, human-made, natural and social capital will supplement each other in supporting welfare activities. രണ്ടെന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. The prices should show the full cost and the benefit of goods and services being produced for societies which may need the elimination of intensive to those who overuse natural resources or degrade the environment and the introduction of new incentives to those who wish to improve the environment. ഇനി ഡെലിവറി ഓഫ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നതിൽ may public goods are global as they benefit different countries and effective delivery of these public goods requires dealing with the obstacles to coordination with the help of burden sharing rules that organize the different responsibilities and response capacities to individual countries. പിന്നെ വരുന്ന കോസ്റ്റ് effectiveness ആണ്. The main objective of the policies should be at reducing the economic cost, which allows minimization of aggregate cost and setting of more ambitious targets in the future. പിന്നെ environmental effectiveness എന്ന് പറയുന്നത് recognition and substitutability, assimilation, avoiding irreversibility എന്നൊക്കെ പറയുന്നതും ഈ ഒരു
എൻവയോൺമെന്റൽ എഫക്റ്റീവ്നെസ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് പോളിസി ഇന്റഗ്രേഷനും പ്രിക്വേഷൻ, ഇന്റേണൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അതിന്റെ പോളിസീസും കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതിനെതിരെ ഒരു പ്രിവെൻഷൻ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഷോർട്ട് ആയിട്ടുള്ള ഫുഡിന് ഷോർട്ടേജ് അല്ലെങ്കിൽ ഓസോൺ പാളി വിള്ളൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോകത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയും ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഒരു നടപടികൾ ഉടനെ തന്നെ നമ്മൾ എടുത്തില്ലെങ്കിൽ പല രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൂടെ നോക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ടുവേർഡ്സ് പോളിസി ഇന്നോവേഷൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. In the current scenario, the political action and reforms are important and can be summarized in the following 9 clusters. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് പബ്ലിക് ഫിനാൻസ് അറ്റ് ഓൾ ലെവൽസ് ആണ്. അപ്പോൾ പബ്ലിക് ഫിനാൻസ് സ്ട്രെങ്തൻ ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പറയുന്നത് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സുസ്ഥിരമായുള്ള വികസനത്തിന് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഫിനാൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും കൂടെ നോക്കണം. The need is the changes is the physical policies, and for this the government has to formulate sustainable development, but just in order to implement the sustainable development goals, it is important to maintain both and revenue and the expenditure sides of physical policy. Some of the policies can be pursued by the government include taxing and extraction and consumption of non-renewable resources and adopting forms of progressive taxation and that could prioritize the rights and welfare of poor and low-income people. Other policies include the elimination of corporate tax incentives, the phasing out of harmful subsidies, particularly in the areas of industrial agriculture and fishing, fossil fuel and nuclear energy. The fossil policies can act the powerful source of reduce the socioeconomic inequalities if the priorities the property defined. The most important requirement is that the reforms should not be limited to the national level. പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്തും ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് ദ സോഷ്യൽ പില്ലർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിക്വയർസ് എ കൺസിഡറബിൾ ഇൻക്രീസ് in public expenditure in order to improve public services in health care, general education and social protection. The priority must be given to mitigate the symptoms of extreme poverty. The focus of capital expenditure must be the infrastructure investment in those areas where the restrictions of the expansion of productive capacities are most strongly felt. അപ്പോൾ നമ്മൾ സ്ട്രെങ്തനിങ് പബ്ലിക് ഫിനാൻസ് അറ്റ് ഓൾ ലെവൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് പബ്ലിക് ഫിനാൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ അതിന്റെ ഒരു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ. കാരണം ഒരുപാട് ആളുകൾ ഇത്തരത്തില് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സുസ്ഥിരമായ വികസനം ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ടാകാതിരിക്കുവാനുമുള്ള കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന ബെറ്റർ യൂസ് ടു ഓർ ക്രിയേറ്റ് ദ ന്യൂ ലീഗൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ന്യൂ ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് കോർട്ട് കേസസ് ഹാസ് ഇൻക്രീസ്ഡ് ഓവർ ദ ഇയേഴ്സ് ആൻഡ് സീക്ക് ടു ചാലഞ്ച് ദ ക്ലൈമറ്റ് ചേഞ്ച് പോളിസി ഓഫ് ഗവൺമെന്റ്സ്. Litigation is also being used as a tool to enforce the responsibility of corporations, particularly in the fossil fuel industry. The impact of the climate change has increased with the will lead to the increase in the cases in the coming years, making litigation an increasingly effective tool for advancing action on climate change. There are many different guidelines endorsed by the Food and Agriculture Organization or the Committee on World Food Security, the voluntary guidelines on the right to adequate food in the context of national food security, the voluntary guidelines on the responsible governance of the tenure of land, fisheries and forest, and the voluntary guidelines on securing sustainable small-scale fisheries in the
Context of food security and poverty education, eradication are very important, and their implementation and translation into national policies and sustainable strategies should be future enhanced. For better use of creation of new legal instruments എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പോളിസീസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ റിഫൈനിങ് മെഷേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫോർത്ത് പോയിന്റ് ആണ് കേട്ടോ ഇതിൽ തന്നെ ഉള്ളത്. റിഫൈനിങ് മെഷേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ആവശ്യമാണ്. കാരണം ഓസോൺ പാളിയിലെ വിള്ളലൊക്കെ നമുക്കറിയാം, ഒരുപാട് അന്തരീക്ഷ മലിനീകരണവും അല്ലെങ്കിൽ ഒരുപാട് കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ളത് ഓസോൺ പാളിയിലെ വിള്ളലൊക്കെയാണ്. ഇതെല്ലാം നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ അവഗണിക്കുകയും ഒരുപാട് അശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ഒരുപാട് പരിസ്ഥിതി മലിനീകരണം നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിസ്ഥിതിക്ക് അതിന് താങ്ങാൻ സാധിക്കാതെ അത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഓസോൺ പാളിക്കുള്ള വിള്ളലുകൾ, അതുപോലെ നമ്മുടെ അന്തരീക്ഷ താപനില ഉയരുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണത്തിന്റെയും മലിനീകരണ പ്രശ്നങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ്. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ ഇപ്പോഴെങ്കിലും പാലിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയുടെ ആ സ്വാഭാവികത നഷ്ടമാകും, അതോടൊപ്പം നമ്മുടെ അമൂല്യമായ സ്രോതസ്സുകൾ നമുക്ക് നഷ്ടമാകും. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ വരുന്നത് അതിനകത്ത് തന്നെ ഫിഫ്ത്ത് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഗ്ലോബൽ ഗവേണൻസ് ഗ്യാപ്സ് ആൻഡ് സ്ട്രെങ്തനിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദ നീഡ് ഫോർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പോളിസി റിഫോംസ് ഇൻ ദ 2030s agenda. Implementation is on strong, well-equipped public institutions at the national and international levels. The requirement is to create more effective and coherent global governance. The claim to make the UN system fit for purpose needs the reforms of existing institutions and the creation of new bodies in areas where there is a gap in governments. The closing of these gaps requires a commitment to overcome the inequitable distribution not only for resources but also of access, the participation and decision making. Okay, അപ്പോൾ ക്ലോസിംഗ് ഗ്ലോബൽ ഗവൺമെന്റ്സ് ഗ്യാപ്സ് ആൻഡ് സ്ട്രെങ്തനിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നമുക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പോളിസിയാണ്. കാരണം ടെക്നോളജി ഡെവലപ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ഇന്നോവേഷനും ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗ്രീൻ ടെക്നോളജീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഗ്രീൻ ടെക്നോളജീസ് എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തേക്ക് ഒരുപാട് കുറയ്ക്കുന്ന ടെക്നോളജികളാണ്. അപ്പൊ ആ ഗ്രീൻ ടെക്നോളജീസ് വെച്ച് നമ്മൾ ഒരുപാട് അന്തരീക്ഷ മലിനീകരണം കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പെട്രോൾ ഒഴിച്ച് നമ്മൾ ഓടിക്കുന്ന വണ്ടികൾ ഒരുപാട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും നമുക്കറിയാം പുകയിലൂടെ. പക്ഷേ ഇത് നമ്മുടെ ഇലക്ട്രിക് വണ്ടികൾ അല്ലെങ്കിൽ സോളാർ വണ്ടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും നമ്മളെ സഹിക്കേണ്ടി വരില്ല. നമ്മുടെ പ്രകൃതി സുരക്ഷിതമാണ്, നമ്മുടെ ആവശ്യങ്ങൾ നടക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ അപ്ഗ്രേഡിങ് ഹ്യൂമൻ സ്കിൽസ് ഇൻ ലൈൻ വിത്ത് ടെക്നോളജീസ് capabilities എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറയുന്നത് human skills in line with technological capabilities. The structural transformation requires the aspects such as skills upgrading, technological progress and investment in productive capital which is depend upon each other. The shortage of technical skills and knowledge among the workforce can lead to the underutilization of the existing capital stock which may hinder the encouragement for its expansion. The skill will improve through improved education and training which helps in productivity growth and structural change. The requirement is the upgrading and expansion of the capital equipment. In employment creation for a rapidly growing labor force എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. Another challenge is the less developed countries is combining the fast employment creation for all with the productivity growth. This is characterized by the fast growing labor force and an already high level of unemployment or underemployment.
The two main objectives of the employment policies must be increased in the number of jobs of observe the rapidly growing labor force and also increase in the income generated by these jobs in line with the productivity growth to reduce poverty and strengthening democratic demand. Okay. Strengthening ഡൊമസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ എക്സ്പാൻഷൻ എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ഫോർ എ റാപ്പിഡ്ലി ഗ്രോയിങ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നതും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു തുല്യത ഉണ്ടാക്കണം, എങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അത് സ്ത്രീകളെയും കൂടെ നമ്മൾ ഉന്നമനത്തിലേക്ക് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. കാരണം സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം മോശമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ സുസ്ഥിരമായ വികസനം ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാം. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് തുല്യമായിട്ട് ഉള്ള ജോലി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ഗ്രീൻ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ അതുമെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് നോക്കുക. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എക്സ്പ്ലെയിൻ ദ മേജർ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൂടാതെ അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. എക്സ്പ്ലെയിൻ ദ മേജർ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അക്രോസ് ദ വേൾഡ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, തേർഡ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, പിന്നെ ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഫിഫ്ത്ത് എന്ന് പറയുന്നത് ബിൽഡിംഗ് അപ്പ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് സപ്പോർട്ടിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻക്യുബേറ്റിംഗ് ഇന്നോവേഷൻ, പിന്നെ എനാബിളിംഗ് ആക്സസ് ടു അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗോൾസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ ദ പോളിസി ഇന്നോവേഷൻസ് ആൻഡ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ടു പെർസ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നു പോളിസി ഇന്നോവേഷൻസിനെ കുറിച്ച് കേട്ടോ. അപ്പൊ അതെന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് പബ്ലിക് ഫിനാൻസ് അറ്റ് ഓൾ ലെവൽസ്, അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീസ്, തേർഡ് എന്ന് പറയുന്നത് ബെറ്റർ യൂസ് ഓർ ക്രിയേഷൻ ഓഫ് ന്യൂ ലീഗൽ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ റിഫൈനിങ് മെഷേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ക്ലോസിംഗ് ഗ്ലോബൽ ഗവൺമെന്റ്സ് ഗ്യാപ്സ് ആൻഡ് സ്ട്രെങ്തനിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രെയിംവർക്ക് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ ക്രിയേറ്റിംഗ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, അതുകൂടാതെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ, പിന്നെ അപ്ഗ്രേഡിംഗ് ഹ്യൂമൻ സ്കിൽസ് ഇൻ ലൈൻ വിത്ത് ടെക്നോളജി കപ്പാസിറ്റീസ്, എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ഫോർ എ റാപ്പിഡ്ലി ഗ്രോയിങ് ലേബർ ഫോഴ്സ്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ വരുന്നത് നമ്മൾ അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ പറയുമ്പോൾ റെക്കഗ്നിഷൻ ഓഫ് ഇക്കോളജിക്കൽ ലിമിറ്റ്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നതാണ് കേട്ടോ. റെക്കഗ്നിഷൻ ഓഫ് ഇക്കോളജിക്കൽ ലിമിറ്റ്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നതിൽ the support system of our life is the environment and environmental resources will not be there forever. These resources are mostly preservable and are limited in their use. The need for environmental justice is using it without losing right to of equality and justice. Over the years, the concern over the complex relationship between environmental quality and human quality has increased. The environmental degradation in any part of the world is connected with the questions related to social justice, equity, rights, and quality of life of poor people. Globally speaking, there are many challenges being faced by the human race, which indicates the need for reconciliation of the relationship of human with the environment. The transformation of the relation between the climate and the earth is being constantly warned by the world leaders, scientists, activities, and academics. This need to be addressed immediately and collectively. Okay, recognition of ecological limits of equity and justice എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഈ ഒരു ഇക്കോളജിക്കൽ ലിമിറ്റ്സ് ഇക്വിറ്റിയും ആൻഡ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ രീതിയിലും നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കൺട്രീസിനും അവരവരുടേതായ ഒരു പരിസ്ഥിതി നിലനിർത്താനും അവരുടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു അവകാശമുണ്ട്. നമ്മൾ പറഞ്ഞത് പോലെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടിനെന്റോ ഒക്കെ അവരവരുടേതായ തോന്നിയ രീതിയിലുള്ള പരിസ്ഥിതി മലിനീകരണം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടർന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ ഭവിഷ്യത്തുകൾ ബാക്കി രാജ്യങ്ങളും കൂടെ അല്ലെങ്കിൽ ബാക്കി കോണ്ടിനെന്റ്സും കൂടെ സഹിക്കേണ്ടി വരും, ബാക്കി ഭൂഖണ്ഡങ്ങളും കൂടെ സഹിക്കേണ്ടി വരും. കാരണം ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ സമുദ്രം, അറ്റ്മോസ്ഫിയർ, ബഹിരാകാശം, ഇതൊന്നും നമുക്ക്
ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഭൂഖണ്ഡത്തിനൊന്നും കൊടുത്തിട്ടില്ല അല്ലെ. അത് നമുക്ക് പിടിച്ചു വെക്കാൻ, അതിർത്തി തിരിച്ചിടാൻ പറ്റാത്തതാണ്. അപ്പം നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് കലരുന്ന വിഷവസ്തുക്കളെല്ലാം പല രാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തില് എല്ലാ രാജ്യങ്ങളും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനുള്ള പരിപാടികൾ ഏറ്റെടുക്കുകയും അത് നിർബന്ധപൂർവ്വം തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ട്രൈബൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നോക്കാം. ട്രൈബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രൈബൽസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ അല്ലെ. ആദിവാസി വിഭാഗങ്ങളാണ് നമ്മൾ പറയാം കേട്ടോ. നമ്മളൊക്കെ ഇപ്പോഴും ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മൾ നഗരങ്ങളിലോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും ആളുകളുമായിട്ട് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ ട്രൈബ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും പല ട്രൈബുകളും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളും വനപ്രദേശങ്ങളിലാണ് അവർ ജീവിക്കുക. അവരുടേതായ കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തി വനപ്രദേശങ്ങളിൽ കൃഷി നടത്തിയും ഒക്കെ വനവിഭവങ്ങൾ ശേഖരിച്ചും ഒക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തൊരാളുമായിട്ട് യാതൊരു സമ്പർക്കവും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഉന്നമനം എന്ന് പറയുന്നത് വളരെ പതുക്കെയായിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ട്രൈബൽസിന്റെ അവരുടെ ഈ ഒരു എൻവയോൺമെന്റൽ ജസ്റ്റിസിനെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് പഠിച്ചിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. The concept of environmental justice is very important and includes the following. First one, the equal distribution of environmental goods and benefits. Second one, understanding the human and non-human interest in decision making and distribution. The continuation of deliberative and democratic participation and development of the capabilities among individuals, groups, and non-human parts of nature. ഓക്കെ, 4 കാര്യങ്ങളൊന്ന് ഓർക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എൻവയോൺമെന്റൽ ഗുഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. നമുക്ക് എല്ലാ ആളുകൾക്കും, എല്ലാ രാജ്യത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള ഗുഡ്സിനെയും അതുപോലെ തന്നെ സർവീസസിനെയും ഒക്കെ ഈക്വൽ ആയിട്ടുള്ള വിതരണം ആവശ്യമാണ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദി ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ മനുഷ്യരുടെയും മനുഷ്യല്ലാത്ത ആളുകളുടെയും പക്ഷിമൃഗാദികളുടെയും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ നോക്കിയിട്ട് അവരുടെ ഒരു ഹെൽത്ത്, അവരുടെ ഒരു ജീവിത സാഹചര്യം അവർക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നും കൂടെ നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറയുന്നു. പിന്നെ വരുന്നത് കണ്ടിന്യൂഷൻ ഓഫ് ഡെലിബറേറ്റീവ് ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് development of the capabilities among individuals, group and non-human patterns of nature. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് there are various mechanisms to produce environmental justice, such as government planning and regulation, as well as private and corporate interest and exploit specific areas and locates. There are many tribes which have been sidelined in the process of the expansion, and their concerns with have been ignored. They have been scheduled for the mainstream discourse and literature of environmental justice. In the 2011 census reveals that the tribal people number 104.2 million, which formed about 8.6% of the 1.2 billion population of the country. This tribe is largest indigenous population of any country in the world, which has occupied 22% of the geographical terrain of India. These areas are the most underdeveloped regions of the country. In the area, about 93% of the people of the tribe live in the rural areas and is dependent upon the agriculture of their livelihoods. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ട്രൈബ്സിനെ കുറിച്ചാണ്, നമ്മൾ ആദിവാസികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുള്ള ആളുകളെ കുറിച്ചായിരിക്കും. അങ്ങനെയല്ല കേട്ടോ, അവരും വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് പലതരത്തിലുള്ള ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടില്ല. സാംസ്കാരികമായിട്ടാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളൊന്നും അവർക്കുണ്ടായിട്ടില്ല. കാരണം പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്നും വരില്ല. അപ്പൊ അവർക്ക് അവരുടേതായ ചില പ്രാകൃതമായിട്ടുള്ള ലാംഗ്വേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അച്ചടി ഭാഷയിലുള്ള മലയാളം ഒന്നും ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. അതുപോലെ തന്നെ മറ്റ് ഭാഷകളാണെങ്കിൽ പോലും മറ്റ് പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ട്രൈബ്സ് ആണെങ്കിൽ പോലും അവരെല്ലാവരും ഓരോ ഭാഷകൾ സംസാരിക്കുന്നതായിരിക്കും. പ്രാകൃത ഭാഷകളായിരിക്കും മിക്കവാറും അവർ സംസാരിക്കുന്നത്. അപ്പൊ ഓരോ വിഭാഗത്തിലുള്ള ആദിവാസികളും അതാത് പ്രദേശങ്ങളിൽ, വനപ്രദേശങ്ങളിലാണെങ്കിൽ പോലും അതാത് പ്രദേശങ്ങളിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ ട്രൈബ്സിന്റെ എല്ലാ ഭാഷ ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ഓരോ വിഭാഗം ട്രൈബ്സിനും അവരവരുടേതായിട്ടുള്ള ഭാഷകളായിരിക്കും ഉണ്ടാവുക.
അപ്പൊ അത് പ്രാകൃത ഭാഷകളായിരിക്കും. അത് ചിലപ്പോൾ എഴുത്ത് ലിപിയൊന്നും ഉണ്ടാവണമെന്നില്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ട്രൈബ്സിന് വേണ്ടി, അവരുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്. നമ്മള് കാടുകളിലൊക്കെ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ, ട്രൈബൽ ഏരിയാസിൽ നമ്മൾ സ്കൂളുകൾ സ്ഥാപിക്കുകയും അവിടെ അധ്യാപകരെ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുറെയൊക്കെ ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടായി. നമ്മുടെ ആദിവാസി ഭാഗങ്ങളിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെ തന്നെ കളക്ടർമാരൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇവരുടെ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഭാഗം ആളുകൾ തന്നെ നമ്മുടെ ട്രൈബ്സ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ഭാഗമല്ല, ഒരു വലിയ ഭാഗം തന്നെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ആവശ്യങ്ങളും കൂടെ നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം അവർക്ക് ചിലപ്പോൾ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പക്വതയൊന്നും ചിലപ്പോഴും അതിനുള്ള എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യമൊന്നും അവർക്കറിയില്ലായിരിക്കും. അപ്പൊ അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുക തന്നെ വേണം. ഇനി വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇൻഡിജിനസ് പീപ്പിളിന്റെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള വനപ്രദേശത്തിൽ താമസിക്കുന്ന ആദിവാസികൾ താരതമ്യേന അവർ കുറച്ചുകൂടെ പാവങ്ങളായതുകൊണ്ടും അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അവരുടെ അവകാശം ലംഘിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധമൊന്നും ഇല്ലാത്തത് കാരണവും ഒരുപാട് ആളുകൾ വനവിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും അമിതമായിട്ടുള്ള ആദിവാസികളെ ചൂഷണം ചെയ്യാറൊക്കെയുണ്ട്. അപ്പൊ അവരുടെ അവകാശങ്ങൾ, അവരുടെ പരിസ്ഥിതി അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വനമേഖലയായിട്ടുള്ള അവരുടെ ആ വനമേഖലയുടെ അവരുടെ സ്വാഭാവികമായുള്ള ആ പരിസ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയും അതിൽ ജീവിക്കാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുക്കുകയും കൂടെ ചെയ്യണം. അവരുടെ പരിസ്ഥിതിയിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് അവരെ വിഷമത്തിലാക്കാനായിട്ട് നമുക്കൊരു അധികാരവുമില്ല. There are many challenges faced by the indigenous people, but their traditional knowledge and practices are important for sustainable economic growth and environmental consideration. The tribes help in conserving many plants because of their religious belief that they are the habit of gods and goddess. The tribal culture prevent of tribal pockets in central India has been found in Dindori, Balgat and Mandala district of Madhya Pradesh and Kavandra and Bilswar district of Chhattisgarh state. അപ്പോൾ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ഒത്തിരി ആളുകൾ നമ്മുടെ ഛത്തീസ്ഗഡിലും മേഘാലയയിലും ഒക്കെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ ചില സാമൂഹിക ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. അവരുടെ സാമൂഹിക ചുറ്റുപാടിൽ മനസ്സമാധാനമായിട്ട് ജീവിക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഈ പ്രാകൃതമായിട്ടുള്ള ആദിവാസികൾക്കിടയിൽ ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകൾ നമ്മൾ നമ്മുടെ മനുഷ്യരിലേക്ക്, ബാക്കിയുള്ളവരിലേക്കും കൂടെ എത്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ചെയ്തു തരുമെന്നും പറയുന്നുണ്ട്. പിന്നെ കൺസർവിങ് പ്ലാന്റ്സ് ആൻഡ് ഫ്യൂണ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. There are many varieties of the plants and the agriculture crops such as rice, maize and mills, grains, legumes and fruits and vegetables which are conserved by the indigenous people, which originate under diverse agro ecological climates in northeast, central and peninsular regions of India. There are many varieties of rice as the Patabi, Chambara and Valsala, which are conserved by Kuricha, Periyar, Kashi, Jadin and Garo tribes and northeast region of India. അപ്പോൾ ഇത്തരത്തില് ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സും അതുപോലെ തന്നെ ആയുർവേദ ശൈലികളും ഒക്കെ ഉള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ അമൂല്യമായിട്ടുള്ള ചില മരുന്നുകൾ, നാട്ടുമരുന്നുകളൊക്കെ അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കപ്പെടാനായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു അധികാരം അവർക്ക് നമ്മൾ കൊടുക്കണം. പിന്നെ കൺസർവിങ് endangered species എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. The tribes lives in close coordination with the animals of the forest and also help in preserving some endangered species and community-led black duck conservation initiatives in Janjam district of Odisha lead to increase the black bugs in the area. അപ്പം കൺസർവിങ് എൻഡാഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത് ഒരുപാട് ജൈവ വൈവിധ്യമുള്ള സ്ഥലങ്ങളുണ്ടാവും വനപ്രദേശങ്ങളിൽ. അപ്പൊ ആ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു അവകാശം നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് കാട് കയറി അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ആണെങ്കിൽ ഒരു രീതിയിലും അവർക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവർക്ക് അതിനോട് ഒരു നീരസം തോന്നും. അതുപോലെ തന്നെ അമൂല്യമായിട്ടുള്ള
ചെടികളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് തീരും. അതുകൊണ്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ സ്പീഷീസ് അല്ലെങ്കിൽ അവരുടെ വനവിഭവങ്ങൾ അതുപോലെ തന്നെ വനത്തിലെ ജൈവ വൈവിധ്യമാർന്ന ജീവികളെയൊക്കെ നമ്മൾ പരിരക്ഷിക്കുകയും അത് അവിടെ കാത്തു സൂക്ഷിക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓക്കെ, അടുത്തെന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എൻവയോൺമെന്റൽ ജസ്റ്റിസ് എന്ന് പറയുന്നതാണ്. പരിസ്ഥിതിപരമായ നീതി ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കാം. എല്ലാവർക്കും ജസ്റ്റിസ് വേണം. പരിസ്ഥിതിയിലെ എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ്. അതൊന്നും ആരും അമിതമായിട്ട് ചൂഷണം ചെയ്യാനോ അമിതമായിട്ട് നശിപ്പിക്കാനോ പാടുള്ളതല്ല എന്നുള്ള കാര്യം ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് വാട്ട് ഇസ് ദ റോൾ ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ഇൻ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, 3 പോയിന്റ്സ്. കൺസർവിങ് നാച്ചുറൽ ഫ്ലോറ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ട്രഡീഷണൽ നോളേജ്, കൺസർവിങ് ദ സ്കാഡ് ഗ്രോസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കോൺസെപ്റ്റുകൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് 13ാമത്തെ ചാപ്റ്റർ ആണ്, അൾട്ടർനേറ്റീവ് വേസ് ഓഫ് റിസോഴ്സ് ജനറേഷൻ ആൻഡ് കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. There are many new challenges of your living life forms with the challenges in the living style, the growing population, and every nation trying to develop their economics without considering the environmental consequences. There are many factories which are making use of the harmful chemicals and materials in the process of production. There is also an increase in the urban population. There is an increase in the use of chemicals, fertilizers, etc. These changes are bringing the earth is new state which is not hospitable to human life. All these are leaving a negative impact on the environment in goods and are being produced in a huge quantity which is making use of large amounts of energy, creating excess pollution and generation huge amounts of waste. There are some countries which are high on consumption patterns and resources used, where as some countries which have high population we have lost consumptions level as they are not able to meet the basic needs of the world population. The ecological footprint in developed countries is much greater than the developing world. ഇനി relevance of sustainable choices എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. Let us understand the concept by taking the example of plastic, which is so well embedded in our daily lives, and that almost all our things are made of plastic. The most common use is that use of the plastic bags. These bags are produced at the rate of 1 trillion a year, and it can be found in the darkest depth of the oceans to the summit of Mount Everest and the polar ice caps. All these are leading to major environmental challenges. The plastic bags are causing the increase in the level of air pollution. Plastic bags not only have adverse effectiveness on the natural habits, but are dually for many animals who consume them accidentally. Ultraviolet rays are indeed to destroy these plastic bags. The paper bags are environmental friendly and can be recycled. There is now a shift from the production durable plastic to single-use plastics. The production of plastic is mainly depend upon the fossil hydrocarbons, which are non-renewable resources during 1970s, and the main objective of using these plastic bags was to carry groceries and goods, but also later these become popular during the 20th century. About 1 trillion plastic bags are being used worldwide every year, and are very popular as these are very cheap, strong, lightweight, functional and hygienic means of carrying food and other goods. അപ്പോൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് വേസ് ഓഫ് റിസോഴ്സ് ജനറേഷൻ ആൻഡ് കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റിസോഴ്സ് ജനറേഷൻ, നമ്മൾ സ്രോതസ്സുകൾ എങ്ങനെ നമ്മൾ കൂട്ടി ചേർക്കും, അതുപോലെ തന്നെ കപ്പാസിറ്റി എൻഹാൻസ്മെന്റ്, നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് വേണം, അതുപോലെ തന്നെ നമ്മുടെ സ്രോതസ്സുകൾ കൂടുതൽ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ
എല്ലാ ഭാവി തലമുറയ്ക്കും അതുപോലെ തന്നെ നമുക്കും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് വേണമെന്നാണ്. കാരണം സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അല്ലേ? ഇപ്പൊ നമുക്ക് കുടിവെള്ള ക്ഷാമമൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ കിട്ടാനില്ല, ഡീസൽ കിട്ടാനില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകും. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ യാത്ര പോകണമെങ്കിലോ എങ്ങോട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകണമെങ്കിലോ എല്ലാം വേണം. നമുക്ക് ജോലിക്ക് പോകണമെങ്കിലോ എല്ലാം നമ്മൾ ഇന്ധനങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ വാഹനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് ആം, വാഹനങ്ങളുടെ കുറവ് അല്ലെങ്കിൽ ഇന്ധനങ്ങളുടെ കുറവ്, കുടിവെള്ള ക്ഷാമം ഇതൊക്കെ നമ്മളെ വളരെ മോശമായിട്ട് അഫക്ട് ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുതുതായിട്ട് ജോയിൻ ചെയ്തവരൊന്ന് മ്യൂട്ട് ചെയ്തിടണേ. ഓക്കെ. ഓക്കെ. അപ്പോഴ് ഈ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇല്ലാത്തത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കും. നമുക്ക് ഈ നമ്മൾ അമിതമായിട്ട് ജലമൊക്കെ യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ജലക്ഷാമമൊക്കെ നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. പണ്ടൊക്കെ വെള്ളമൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമൊന്നും ഇല്ലായിരുന്നു അല്ലേ? പിന്നീട് ജലത്തിന്റെ ക്ഷാമവും ഒക്കെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ കാശ് കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഇനിയും കൂടുതൽ പോയി കഴിയുമ്പോൾ ഇത്തരത്തില് നമ്മുടെ അവസ്ഥ ഓക്സിജൻ പോലും നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, നല്ല രീതിയിലുള്ള നല്ല ശുദ്ധമായ അന്തരീക്ഷമല്ല, അന്തരീക്ഷ വായു ഒന്നും അല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് ഓക്സിജൻ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം ഇപ്പോഴെങ്കിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാലേ നമ്മുടെ ഭാവി തലമുറയ്ക്കെങ്കിലും ശുദ്ധമായ ജലവും ശുദ്ധമായ വായുവും ഒക്കെ ലഭിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ റിസോഴ്സ് എൻഹാൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ജലവും ഒക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ ജലമലിനീകരണവും ഒക്കെ പരിസ്ഥിതി മലിനീകരണം ഒക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അത് നല്ലൊരു ആശയമാണെന്ന് ഓർക്കുക. ഇന്ന് കാണുന്ന അശാസ്ത്രീയമായിട്ടുള്ള ഡെവലപ്മെന്റ് അല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ഓർക്കുക. നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ പ്രകൃതിയെ നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിരമായ വികസനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ദ പേപ്പർ ബാഗ്സ് അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ പണ്ടൊക്കെ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, ഈ ഗ്ലാസ് നമുക്കറിയാം അല്ലേ, ഇങ്ങനെ പ്ലാസ്റ്റിക് ഗ്ലാസുകളായിരുന്നു പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? പേപ്പർ ഗ്ലാസുകളാണ്. കാരണം അതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഗ്ലാസുകൾ നമുക്ക് വൺ ടൈം യൂസിനേ പറ്റുള്ളൂ. അത് മാത്രമല്ല നമ്മളത് ഇപ്പൊ 100 പേരുടെ നമ്മൾ പരിപാടി വിളിച്ചു, അല്ലെങ്കിൽ ആ ഒരു 100 പേര് നമ്മൾ യാത്ര പോകുമ്പോൾ ആ 100 പേർക്ക് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് ഗ്ലാസുകളാണ് മേടിക്കുന്നതെങ്കിൽ, വെള്ളം കുടിക്കാനായിട്ട് പ്ലാസ്റ്റിക് ഗ്ലാസുകളാണ് മേടിക്കുന്നതെങ്കിൽ ആ 100 ഗ്ലാസും നമ്മൾ വഴിയരികിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കത്തിച്ച് കളഞ്ഞ അന്തരീക്ഷത്തിന് ഒരു മലിനീകരണമായിട്ട് തീരുകയും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ പേപ്പർ ഗ്ലാസുകൾ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് വൺ ടൈം യൂസിൽ നമുക്ക് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ അത് നമ്മുടെ മണ്ണുമായിട്ട് കൂടിച്ചേർന്ന് അതങ്ങ് ലയിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബദൽ മാർഗങ്ങളുണ്ട്. എല്ലാത്തിനും നമുക്കൊരു ബദൽ മാർഗ്ഗം യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ധനം ഉപയോഗിച്ച് നമ്മൾ പെട്രോൾ ഡീസൽ ഒക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇന്ധന ലാഭം കിട്ടുന്നതിന് അത് കൂടുതൽ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ സ്രോതസ്സുകളായിട്ടുള്ള വളരെ അമൂല്യമായ സ്രോതസ്സായ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ അധികം ചെലവാകാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി അത് കരുതി വെക്കാനും കൂടെ നമുക്ക് പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ ബദൽ മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ നമ്മൾ കുറയ്ക്കുക. അനാവശ്യമായിട്ടുള്ള കെട്ടിട നിർമ്മാണം, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബാഗുകളുടെ നിർമ്മാണമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗമൊക്കെ നമ്മൾ കുറയ്ക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം പ്ലാസ്റ്റിക് കൂടുകൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുള്ളതാണ്. നമ്മൾ കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ അവർ പ്ലാസ്റ്റിക് കൂടിനകത്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് കൂടുകൾ നമ്മൾ 25 ദിവസം, മാസത്തിൽ 25 ദിവസവും കടയിൽ പോകുന്ന ആളുകളാണെങ്കിൽ 25 കൂടുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് അത് ഇടയാകും. 25 കൂടുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, മാസങ്ങളിൽ ഓരോ മാസം 25 കൂട് വെച്ച് വർഷം എന്തോരം കൂടുകൾ നമ്മൾ വേസ്റ്റ് ആക്കും. അത് പിന്നീട് നമ്മൾ കത്തിച്ച് കളയോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് എറിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് വലിയൊരു വേസ്റ്റ് ആവുകയും അത് ഒരുപാട് വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തേ അത് പിന്നീട് നമ്മുടെ മണ്ണിലേക്ക് അത് അലിഞ്ഞു ചേരുകയുള്ളൂ. അപ്പൊ അത്രയും വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. എങ്ങനെ? പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വേസ്റ്റ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബദൽ മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യണമെന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി നമ്മളോട് പറയുന്നത്. ഓക്കെ. ഇനി വരുന്നത്
Some environmental friendly alternative of plastic bags are jute bags, paper bags, biodegradable bags, and reusable bags. The jute bags are made from biographical material which comes the plant fiber called jute, which is not harmful for the environment and agriculture. The paper bags can also be used as an environment friendly alternative to plastic bags. These bags are made from wood and can be converted into brand new paper like newspaper, magazines or books. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബദൽ മാർഗങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിനുള്ള ബദൽ മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ കയ്യിൽ ഒരുപാട് ബുക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കയറുമ്പോൾ നമ്മൾ ബുക്കുകൾ യൂസ് ചെയ്തിട്ട് അത് വെറുതെ കളയാതെ അല്ലെങ്കിൽ അത് വെറുതെ നമ്മൾ ചെതലടിച്ച് കളയാനായിട്ട് ഇടയാക്കാതെ അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആക്രിക്കട പോലെയുള്ള കടകളുണ്ടല്ലോ, അത് അവിടെ പോയി അത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ അത് റീസൈക്കിൾ ചെയ്തിട്ട് അത് പുതിയൊരു പേപ്പർ ആയിട്ട് എടുക്കാനായിട്ട് അത് മാറ്റാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം ഈ ഒരു ആക്രിക്കടയിലൊക്കെ നമ്മൾ കൊണ്ട് സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും മോശമാണെന്ന് കരുതരുത്. അത് നമുക്ക് പൈസ കിട്ടാനല്ല, ചെറിയൊരു എമൗണ്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറുകൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ആ റീസൈക്കിൾ ചെയ്ത് പുതിയ മെറ്റീരിയലായി പുതിയ പേപ്പറുകളായിട്ട് നമുക്ക് തിരിച്ചു വരും. കാരണം വുഡിൽ നിന്നാണ് പേപ്പറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ വുഡിനും പേപ്പറുകളുടെ ക്ഷാമമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പേപ്പറുകളുടെ ക്ഷാമം കാരണം പല പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പേപ്പറുകളൊക്കെ വളരെ അമൂല്യമാണ്. ഇത് വുഡുകളിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് മരങ്ങൾ മുറിച്ച് ഈ പേപ്പറുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള യൂസ് ചെയ്യാത്ത സാധനങ്ങൾ, പേപ്പറുകളൊക്കെ ആണെങ്കിലും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് ചെയ്യേണ്ടതാണ്. ആക്രിക്കടകളിലൊക്കെ കൊടുത്താൽ മതി, അവര് അത് ഒന്നിച്ച് റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുണ്ട് അവിടുന്ന്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യം, ദ പേപ്പർ ബാഗ്സ് ആർ നോട്ട് ലീഡിങ് ടു ഡിഫോറസ്റ്റേഷൻ ആസ് ദീസ് ആർ allergy not made from tree, rather by making use of eco-friendly situations which are as follows: segregance waste, bags, അതുപോലെ തന്നെ straw, jute twins, coconut husk and elephant etc. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞത് രീതിയിൽ നോക്കുവാണെങ്കിൽ ജൂട്ട് ബാഗുകൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പേപ്പർ ബാഗുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പഴയ മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പേപ്പർ മെറ്റീരിയൽസ്, പഴയ പത്രങ്ങൾ, നമ്മുടെ നോട്ട് ബുക്കുകൾ എല്ലാം നമുക്ക് വേണമെങ്കിൽ റീസൈക്കിളിന് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയാം. പിന്നെ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും പ്രധാനമാണ്, അത് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. There are some environmental advantages of making use of the alternative technologies and resources which are as follows. ഒന്ന് ബയോഡിഗ്രേഡബിൾ ആണ്, അതായത് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസ്. നമുക്ക് ഒരു സാധനങ്ങൾ നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നത് കൊണ്ടൊക്കെയുള്ള ഗുണങ്ങൾ വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞു പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ റീസൈക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പേപ്പറുകളുടെ അല്ലെങ്കിൽ അത്രയും വുഡുകൾ നമ്മൾ മുറിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണമാകും. അതുപോലെ അതിനൊരു കുറച്ച് പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. ബയോഡിഗ്രേഡബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വൺ. Unlike plastic bags, the paper or jute bags are biodegradable, is natural and are not going to linear on the surface of the earth for the next 1,000 years. The fertility of the land is affected because of the plastic mixture in topsoil. Most of the paper bags take about the less than 6 months time to degrade and also turn into fertilized waste for vegetation. അപ്പോൾ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻഹാൻസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ 1000 വർഷത്തോളം അത് അഴുകാതെ നമ്മുടെ മണ്ണിൽ ചേരുമെന്നാണ്. അതുപോലെ തന്നെ അത് അഴുകിയാൽ പോലും അത് ആ ഒരു പ്ലാസ്റ്റിക് മയമുള്ള മണ്ണെന്ന് പറയുന്നത്, ആ മേൽമണ്ണെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം അതിൽ നിന്ന് ഒരു തരി പൊന്നു വിളയിക്കാനോ അല്ലെങ്കിൽ ഒരു പുൽച്ചെടി പോലും ഉണ്ടാകുന്നതിന് അത് എതിരായിരിക്കും. കാരണം അതൊന്നും ഓർത്തിരിക്കുക. അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിന് പകരം ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ നമുക്ക് മണ്ണിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പേപ്പർ ബാഗുകളോ അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ റീസൈക്കിൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബുക്കൊക്കെ നമ്മൾ പറഞ്ഞു അത് റീസൈക്കിളിന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം വാച്ച് ഒക്കെ നമ്മൾ കേടായി കഴിഞ്ഞാൽ കളയാതെ ആ വാച്ച് വേണമെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം അല്ലെ.
അപ്പൊ അങ്ങനെ റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ചെരുപ്പ്, ഈവൻ ചെരുപ്പ് പോലും നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ, വള്ളിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് വേറൊരു വള്ളി വാങ്ങിച്ചിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇതെന്താണ്, പ്ലാസ്റ്റിക്, നമ്മുടെ ഈ ചെരുപ്പൊക്കെ ഭയങ്കര ഒരു വേസ്റ്റ് ആണ് അല്ലേ. നമുക്ക് കടയിലൊന്നും, ആക്രിക്കടയിലൊന്നും കൊണ്ടുപോയി കൊടുക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു വേസ്റ്റ് ആയി മാറും. അപ്പൊ പരമാവധി ഗുണമേന്മയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ശരിക്കുള്ള നിർമ്മാർജ്ജനം നടത്തുകയും ചെയ്യണം. പൊട്ടക്കിണറ്റിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുകയുള്ളൂ അല്ലേ. അപ്പൊ ആ രീതിയിലൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മലിനീകരണം കുറയ്ക്കാനായിട്ട് കൂടെ ശ്രമിക്കുക. പിന്നെ എനർജി സേവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ഇത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് പഠിക്കുമ്പോൾ എനർജി സേവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ പഠിക്കണം. അനാവശ്യമായിട്ടുള്ള എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാറിനോ ബൈക്കിനോ ഒക്കെ നമ്മൾ ഇന്ധനം കണ്ടിക്കാറുണ്ട്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകണം, അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ പോകണമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു കാർ എടുത്ത് അയാൾ പോയി കഴിഞ്ഞാൽ എന്തോരം ഇന്ധനം അവിടെ ചിലവാകും അല്ലെ. ഒരുപാട് ഇന്ധന നഷ്ടം നമുക്ക് സംഭവിക്കും. അപ്പൊ ഇന്ധന നഷ്ടം മാത്രമല്ല, സാമ്പത്തിക നഷ്ടവും സംഭവിക്കും. പക്ഷെ നമ്മൾ അതിന് പകരം ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു വണ്ടി കിലോമീറ്ററുകളോളം ഓടാതെ അയാൾ ഒരു ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനോ വല്ലതും പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ആ ഇന്ധന ചിലവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കും. കാരണം എന്തായാലും ട്രെയിനും ബസ്സും ഒന്നും അവരവരുടെ സമയത്ത്, ഇപ്പൊ ഒരാൾ വന്നില്ലെന്ന് വെച്ചോ, വന്നെന്ന് വെച്ചോ ഒന്നും ട്രെയിനോ ബസ്സോ ഒന്നും പോകാതിരിക്കില്ല അല്ലെ. നമുക്കറിയാം ട്രെയിനിന്റെ സമയമൊക്കെ ഷെഡ്യൂൾ ചെയ്തതാണ് നേരത്തെ. അപ്പൊ ആ രീതിയിൽ ഇത്തരത്തിൽ ആളുകൾ ട്രെയിനോ ബസ് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇന്ധന ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനർജി സേവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അനാവശ്യമായിട്ട് ലൈറ്റ്, ഫാനൊക്കെ ഓൺ ആക്കി ഇടുക. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ഇപ്പം ഗ്യാസ് ആണെങ്കിൽ പോലും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ അനാവശ്യമായിട്ടുള്ള ഗ്യാസ് കാര്യങ്ങളൊന്നും കളയാതെ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ എനർജി സേവറും നമ്മളെ സംബന്ധിച്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പൊ എനർജി സേവർ, റീസൈക്കിളബിൾ, അതുപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ, ഈ 3 കോൺസെപ്റ്റും കൂടെ ഒന്ന് നോക്കി വെച്ചോളാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, ഒന്ന് ഈ ഒരു എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് എന്താണ്, ഈ ഒരു ബയോഡിഗ്രേഡബിൾ സാധനങ്ങൾ, ബയോഡിഗ്രേഡബിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും റീസൈക്കിൾ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ എനർജി സേവ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ എൻവയോൺമെന്റിന് ഒരുപാട് ഗുണങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് കൺസർവ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. The natural resources will be conserved by switching over these bags. The bag are recyclable, renewable, and biodegradable. This is the most eco-friendly alternative to save the planet, and is therefore important to move towards the use of the eco-friendly bags. The use of the coal and petroleum has shown huge increases as the demand for energy to meet human needs has gone up. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സിനെ, കൺസർവ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നമ്മൾ ഈ ഇന്ധനങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഈ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ എവിടെയൊക്കെ പറ്റുന്നോ അവിടെയൊക്കെ കുറയ്ക്കാനാണ് നമ്മളോട് പറയുന്നത്. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസ് പരമാവധി ദുരുപയോഗം ചെയ്യാതിരിക്കാനും അത് പരമാവധി ഉപയോഗം കുറയ്ക്കാനും നമ്മൾ ശ്രമിക്കണം. കാരണം കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് ഇന്ധനങ്ങൾ ഒഴിവാകുന്നത്. ആ ഇന്ധനങ്ങൾ ഇതുപോലെ തന്നെ പെട്രോളും ഡീസലും ഒക്കെ ഒരുപാട് വണ്ടികൾ നമ്മുടെ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും ഒരുപാട് വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. അപ്പൊ ഇത്രയും വണ്ടികൾക്ക് ഇന്ധനം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്രോളും ഡീസലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടോ എന്നുള്ള കാര്യവും ഡൗട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഇത്രയും ഓവർ ആയിട്ടുള്ള ഈ ഒരു ഇന്ധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭാവിയിൽ ഒരിക്കലും ചിലപ്പോൾ കിട്ടണമെന്നില്ല ഈ ഒരു ഇന്ധനങ്ങളൊന്നും. അപ്പൊ അവർക്ക് കണി കാണാൻ പോലും കിട്ടാത്ത ചില സാധനങ്ങളായിട്ട് ഇത് മാറും. ഇപ്പൊ തന്നെ ആണെങ്കിൽ പോലും മണ്ണെണ്ണയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ് അല്ലെ. നമുക്കറിയാം മണ്ണെണ്ണയൊന്നും നമുക്ക് വേറെ എവിടെ നിന്നും വാങ്ങിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടൊക്കെ ഓടിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കടലിലൊക്കെ ബോട്ട് ഓടിക്കുന്ന മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് ബോട്ട് ഓടിക്കുന്ന ആളുകൾ മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇന്ധനങ്ങളുടെ ക്ഷാമം എന്ന് പറയുന്നത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അതെങ്കിലും കണി കാണാനെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ ഇന്നേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജലം എന്ന് പറയുന്നത്. നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് വെള്ളത്തിന്റെ ഒരു ഭൂഗർഭ ജലത്തിന്റെ സ്രോതസ്
ഭൂഗർഭ ജലം നമുക്ക് ഇല്ലാതാവുകയാണ്. കാരണം പണ്ട് കാലഘട്ടത്തിൽ എന്ന് പറയുന്ന മഴക്കുഴികൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ ടാർ ചെയ്യാത്ത റോഡുകളൊക്കെ ആയതുകൊണ്ടും ഒക്കെ മഴവെള്ളം ആഴത്തിൽ നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ റോഡുകളും ടാർ ചെയ്ത് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമ്മൾ വീട് മുറ്റത്താണെങ്കിൽ പോലും നമ്മൾ ഇത്തരത്തില് സിമെന്റ് ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിലുള്ള വെള്ളം കെട്ടി നിൽക്കാത്ത ചില വെള്ളം ആഴ്ന്നിറങ്ങാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നത് വളരെ കുറവാണ്. മഴ ഒന്ന് പെയ്തു കഴിഞ്ഞാൽ ഉടനെ വെള്ളം എല്ലാം കൂടെ കുതിച്ചുചാടി നമ്മുടെ സമുദ്രങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കൃത്യമായിട്ട് പരിഹരിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ സൂക്ഷിക്കണം. നാച്ചുറൽ റിസോഴ്സസ് നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ടു ബി സസ്റ്റൈനബിൾ അറ്റ് ഹോം? അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ക്രിയാത്മകമായിട്ട് എഴുതാനായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് എങ്ങനെയൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചതാണ്. നമ്മൾ അമിതമായിട്ടുള്ള വെള്ളം ഉപയോഗം കുറയ്ക്കണം. എപ്പോഴും വെള്ളം തുറന്നിട്ടുകൊണ്ട് പല്ല് തേക്കുക. എന്നിട്ട് ഇങ്ങനെ തുറന്നു പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരുപാട് യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ യൂസ് ലെസ് വാട്ടർ, അതുപോലെ തന്നെ സ്റ്റാർട്ട് എ കമ്പോസ്റ്റ് ബിൻ, അതുപോലെ തന്നെ കൺസ്യൂം ഫ്യൂവർ പ്രൊഡക്ട്സ് ഓവറോൾ, റീസൈക്കിൾ എവറിത്തിങ് യു ക്യാൻ, പർച്ചേസ് ഇക്കോ ഫ്രണ്ട്ലി ഗുഡ്സ്, മോണിറ്റർ യുവർ എനർജി യൂസേജ്. അപ്പോൾ ഈ 6 കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ യൂസ് ലെസ് വാട്ടർ. നമ്മുടെ ജലം അമൂല്യമാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ജലം ഉപയോഗം കുറയ്ക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പോലും ഭയങ്കരമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിങ്ങനെ വരുന്നു, അടിക്കുന്നു, കഴുകുന്നു, പോകുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കല്ലിലൊക്കെ അലക്കുവാണെങ്കിൽ അത്രയും വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതൊക്കെയാണ് യൂസ് ലെസ് വാട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് എ കമ്പോസ്റ്റ് ബിൻ. നമുക്ക് വീടുകളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അടുക്കള മാലിന്യങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു കമ്പോസ്റ്റ് ബിൻ ഉണ്ടാക്കാം. അപ്പം ഈ വൃത്തികേടായിട്ടുള്ള കിടക്കുന്ന രീതിയിലുള്ള ചില പഴത്തിന് തൊലി, അതുപോലെ തന്നെ ഫുഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വലിച്ചെറിയാനും നമുക്കൊരു കമ്പോസ്റ്റ് ബിന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് കുഴിച്ചിടുകയൊക്കെ ആണെങ്കിൽ അത് നല്ല രീതിയിൽ അത് കമ്പോസ്റ്റ് ചെയ്യുകയും അത് പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിന് ഗുണം ചെയ്യുകയും ചെയ്യും. വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് ഈച്ചയും അത് കാര്യങ്ങളൊക്കെ വന്ന് അത് വൃത്തികേടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് റീസൈക്കിൾ എവറിത്തിങ് യു ക്യാൻ. എന്തൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ റീസൈക്കിൾ ചെയ്യാം. നമ്മുടെ ബുക്കുകളാണെങ്കിൽ നമ്മൾ അക്രിക്കടയിൽ കൊടുക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും നമുക്ക് വക്ക് പൊട്ടിയ സാധനങ്ങൾ, ചെയറുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ റീസൈക്കിൾ ചെയ്ത് നമുക്ക് വരും. അപ്പം അതിനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാച്ച്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ റീസൈക്കിൾ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നന്നാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. എന്തൊരു കാര്യമാണെങ്കിലും റീസൈക്കിളേബിൾ ആകുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് നമ്മുടെ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുക, നല്ല ആരോഗ്യം നിലനിർത്തുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പർച്ചേസ് ഇക്കോ ഫ്രണ്ട്ലി ഗുഡ്സ് ആണ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം ചില പ്ലാസ്റ്റിക്കുകളൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് കടകളിൽ പോലും എടുക്കില്ല. കാരണം റീസൈക്കിൾ ചെയ്യണമെങ്കിൽ പോലും ഒരു ക്വാളിറ്റി വേണം. നമ്മുടെ പ്ലാസ്റ്റിക്കിന് ഒരു ക്വാളിറ്റി വേണം. അപ്പൊ ആ ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല മെറ്റീരിയൽ ഉള്ള ഗുഡ്സ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. പിന്നെ മോണിറ്റർ യുവർ എനർജി യൂസ് എന്ന് പറയുന്നതും പ്രധാനമാണ്. കാരണം നമുക്ക് ചില ആളുകളൊക്കെ കറണ്ടൊക്കെ ചാർജ് ഒക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി വെക്കും അല്ലെ. ഇന്ന് കറണ്ട് ചാർജ് കൂടുതലാണ്, ഇപ്പം കറണ്ട് ചാർജ് കൂടുതലാണ്, ഈ മാസം കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതലാണല്ലോ, എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചെലവായത്, എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് അടുത്ത മാസം അതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ എനർജി യൂസ് വളരെയധികം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പെട്രോളിന്റെ ചെലവ്, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ചാർജ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മാസമാണ് ഞാൻ അമിതമായിട്ടുള്ള യാത്രകൾ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അമിതമായിട്ട് ചിലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള ചിലവുകൾ മാത്രം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ വരുന്നത് തന്നെ അത് തന്നെയാണ്. നമുക്ക് ഒരു എന്തുകൊണ്ടൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് എങ്ങനെയൊക്കെ പരിരക്ഷിക്കാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് നോക്കി എഴുതിയാൽ മതി. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കേ. പിന്നെ വരുന്നത്
Okay, what are the different ways that can be adopted to live more sustainability എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് ട്വൈസ് ബിഫോർ ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ അത് നമ്മൾ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള, ഇപ്പൊ ഇക്കണോമിക്സിൽ നമ്മൾ പറയാറുണ്ട്, സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പോലും എന്ത് കാര്യം മേടിക്കാനായിട്ട് നമ്മൾ തുനിയുമ്പോഴും അത് 2 തവണ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്കിത് ആവശ്യത്തെ ചില സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേ എനിക്ക് വേണം എന്ന് പറഞ്ഞ് എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ച് ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ, എന്റെ വീട്ടിൽ ആവശ്യമുണ്ടോ, 2 3 മാസത്തിൽ കഴിഞ്ഞാൽ ഞാൻ ഇത് ഉപയോഗിക്കുമോ, സ്ഥിരമായിട്ട് ഉപയോഗം ഉള്ളതാണോ എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. 2 തവണ നോക്കിയതിന് ശേഷം, 2 തവണ ആലോചിച്ചതിന് ശേഷം ഷോപ്പ് ചെയ്യാന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മേക്ക് ഷുവർ യുവർ ബിഗ് പർച്ചേസസ് ഹാവ് ബിഗ് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ്. അപ്പോൾ നല്ല രീതിയിൽ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള പർച്ചേസുകൾ നടത്തുക. ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മുടെ അന്തരീക്ഷത്തിന് നല്ലതല്ല. അപ്പൊ അതൊന്ന് നോക്കുക. അപ്പൊ അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് the non-stakeholders are playing an important role in sustainable development. They are purchasing activity in policy design and implementation. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഈ നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഹ്യൂമൻ നീഡ്സ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിക്വയർമെന്റ്സ്, മാനേജിങ് ക്ലൈമറ്റ് ചേഞ്ച്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്റ്റേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉൾപ്പെടുന്നതാണ്. അപ്പൊ നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. There is a interconnection between the economic, social and environmental aspects of just economic growth alone in the not sufficient is not only possible to consider one these aspects alone. These have been social and environmental demands by focusing only on the profit margins. We all dependent upon the ecosystems and services provided in order to run businesses, build a community